ഈ ടൈമിൽ നമുക്ക് സ്മാൾ ലെറ്റർ ഉപയോഗിക്കാം. ഡിഗ്രി സെൽഷ്യസ്. ഐ ഇവിടെ വരും. സെൽഷ്യസ്. നമ്മളിപ്പോൾ ഗ്രാമർ പഠിച്ചു, വൊക്കാബുലറി പഠിച്ചു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തു. ഒറ്റ മിസ്റ്റേക്ക് പോലും ഇല്ലാതെ ഒരു ഫ്രേസ് എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചു. ഈ ഒരു 10 times 10 makes 100 എന്നുള്ളൊരു ഫ്രേസൊക്കെ ഇപ്പോൾ കാണാതെ അറിയാം. അതുപോലെ തന്നെ വാട്ടർ ബോയിൽസ് അറ്റ് 100 degree Celsius എന്നുള്ള ഫ്രേസും എനിക്ക് കാണാതെ അറിയാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഈ ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് സിമ്പിളായിട്ട് പറ്റും. ഇനി അതെൻ്റെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർ ബോയിൽസ് അറ്റ് 100 degree Celsius. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടൊരു കാര്യമാണല്ലോ. ഐസ് 0 degree Celsius വാട്ടർ ആവും, ഐസ് 0 degree Celsius വെള്ളമാവും എന്നുള്ള ഐഡിയയും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തുകൊണ്ട്? അതും ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ്. അപ്പോൾ എനിക്ക് ഇതേ രീതിയിൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും. ഐസ് മെൽറ്റ്സ് അറ്റ് 0 degree Celsius. അപ്പോൾ ഓൾറെഡി ഈ ഒരു ഫ്രേസ് കാണാതെ പഠിച്ചുകൊണ്ട്, മനസ്സിലാക്കി കാണാതെ പഠിച്ചുകൊണ്ട്, ബാക്കിയുള്ള അതേ സിറ്റുവേഷനിലും വേറെ ഏത് സയൻറ്റിഫിക് ഫാക്ട് പറയാനും സിമ്പിൾ പ്രസൻറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ഭാവിയിൽ. അതാണ് ഇങ്ങനെ പഠിച്ചാലുള്ളൊരു മെച്ചം, അഡ്വാൻറ്റേജ്. അപ്പോൾ ഇങ്ങനെ മാക്സിമം എക്സാമ്പിൾസ് കവർ ചെയ്യുക. എൻ്റെ ഒരു ഗ്രാമർ ഈ ബുക്കിലുണ്ടാവും. ഈ ബുക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണ് റെഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാംബ്രിഡ്ജിൻ്റെ ഗ്രാമറിൻ്റെ റെഫറൻസിൽ പോയാൽ എൻ്റെ ഗ്രാമർ ഉണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് ആകുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്.